ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ഒരു സ്വഭാവമാണ് ഗൈറത്ത് എന്ന് പറയുന്നത്. ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ട അവന്റെ പൗരുഷത്തിന്റെ ഭാഗമാണ് ഗൈറത്ത്. പ്രത്യേകിച്ച് സ്ത്രീകളെക്കാൾ പുരുഷനുണ്ടാകേണ്ട സ്വഭാവമാണ് ഗൈറത്ത്. എന്താ ഗൈറത്ത് എന്ന് പറഞ്ഞാൽ? മലയാളത്തിൽ ആത്മരോഷം എന്ന് പറയും. ഒരു തെറ്റ് കണ്ടാൽ, പ്രത്യേകിച്ച് നമ്മുടെ സംരക്ഷണത്തിലുള്ള സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയൊക്കെ കാര്യത്തിൽ എന്തെങ്കിലും പ്രയാസമുണ്ടാകുമ്പോൾ അവര് മോശമായി നടക്കുന്നത് കണ്ടാൽ നമുക്കുണ്ടാകേണ്ട ഒരു വികാരമാണ് ഗൈറത്ത് എന്ന് പറയുന്നത്. അതിന്ന് ഇല്ലാതെ ആയിട്ടുണ്ട് സമൂഹത്തിൽ. ഇന്ന് നേരെ തിരിച്ചാണ്. സുഹൃത്തുക്കൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ഒരു സുഹൃത്ത് മറ്റേ സുഹൃത്തിന്റെ ഭാര്യയെ നോക്കുന്നു, അവൻ ഇവന്റെ ഭാര്യയെ നോക്കുന്നു, അവർ രണ്ടുപേരും വളരെ സൗഹാർദ്ദത്തോടെ പിരിഞ്ഞു പോകുന്നു. വീട്ടിലൊക്കെ സന്ദർശിക്കും, കുടുംബസമേതം പോകും. എന്നിട്ട് ഭാര്യമാരും ഭർത്താക്കന്മാരും പെണ്ണിന്റെ സുഹൃത്തിന്റെ ഭർത്താവിനോട് അവള് സംസാരിക്കും യാതൊരു ലജ്ജയുമില്ലാതെ. ഇതൊക്കെ ഗൈറത്തില്ലാത്തത് കൊണ്ടാണ്. ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ലാ പറഞ്ഞു, ആഖിലായ ബുദ്ധിയുള്ള ഒരു മനുഷ്യന്, മുസ്ലിം എന്നല്ല, ബുദ്ധിയുള്ള ഒരു മനുഷ്യന് തന്റെ ഭാര്യയുടെയും പെൺമക്കളുടെയും മുഖം അന്യപുരുഷന്മാർ കാണുന്നത് സഹിക്കുകയില്ല. അപ്പൊ ബുദ്ധി നഷ്ടപ്പെട്ടു പോയി, ദീനും നഷ്ടപ്പെട്ടു പോയി, ബുദ്ധിയും നഷ്ടപ്പെട്ടു. ഇതാണ് നമ്മുടെ അവസ്ഥ. അപ്പൊ നമ്മുടെ പെൺമക്കൾ, അതുപോലെ നമ്മുടെ സഹോദരിമാർ, നമ്മുടെ ഭാര്യമാർ, ഇവരെ ഒരു അന്യപുരുഷൻ കാണരുത് എന്നുള്ളത് ഒരു പുരുഷന്റെ ഗൈറത്തിന്റെയും അഖലിന്റെയും ഭാഗമാണ്, ബുദ്ധിയുടെയും ആത്മരോഷത്തിന്റെയും ഭാഗമാണ്. അതില്ലെങ്കിൽ പിന്നെ നമ്മൾ യാതൊരു ഹൈറുമില്ല. ഒരു പണ്ഡിതൻ പറഞ്ഞതായ ഒരു കവിതയിൽ ഒരാൾ പറഞ്ഞ ഒരു വരിയുണ്ട്, ഇന്ന റിജാലൻ നാദിരീന ഇലൻ നിസ, അന്യ സ്ത്രീകളെ നോക്കി നടക്കുന്ന പുരുഷന്മാരെന്ന് പറയുന്നത് മിസ്ലുൽ ഖിലാബി യതുഫ്ന ബിൽ ലുഹ്മാനി, ഇറച്ചിയുമായി നടക്കുന്ന ഒരാളുടെ പിന്നാലെ നടക്കുന്ന നായ്ക്കളെ പോലെയാണ്. ഇല്ലം യസുൻ തിൽക്കൽ ലുഹൂമ ഉസൂദുഹ ഉഖിലത് ബിലാ ഇവദിൻ വലാ അസ്മാനി, ആ ഇറച്ചി, കയ്യിലുള്ള ആ പൊതി, അതിന്റെ ഉടമകളായ സിംഹങ്ങൾ അതിനെ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ ഉഖിലത്ത്, അത് തിന്നപ്പെടും, അത് കൊണ്ടുപോയി തിന്നും. ബിലാ ഇവദിൻ വലാ അസ്മാനി, പകരം വിലയൊന്നും കൊടുക്കാതെ ഫ്രീ ആയിട്ട് ആളുകൾ തിന്നും. ഇതാണ് സംഭവിക്കുക. ചില പണ്ഡിതന്മാർ പറഞ്ഞ ഒരു വാക്ക് കാണാൻ പറ്റും, ഒരു പെണ്ണിന് ഹിജാബിന്റെ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ 1 മണിക്കൂർ ആണായിട്ട് ജീവിച്ചാൽ മതി. ഒരു സാങ്കല്പികമായ സാഹചര്യം പറയാണ്, ഒരു പെണ്ണിനെ 1 മണിക്കൂർ ആണായി ജീവിക്കാൻ വേണ്ടിയാണ് ആണാക്കി വിടുക. പിന്നെ അവൾ ഒരു വലിയ ചാക്കും പതിച്ചിട്ടേ നടക്കുള്ളൂ, പർദ്ദയല്ല, അതിന്റെ പുറത്ത് വേറെ എന്തെങ്കിലും ഇട്ടിട്ടേ നടക്കുള്ളൂ. കാരണം ഒരാൺ എങ്ങനെയാണ് ഒരു പെണ്ണിനെ നോക്കുക എന്നുള്ളത് അവൾക്കറിയില്ല. അവര് സാധുക്കളാണ്, അവർക്ക് വിവരമില്ല. അവരൊരിക്കലും വികാരത്തോടെ പുരുഷന്മാരെ നോക്കുകയില്ല. അപൂർവമായിട്ട് മാത്രം, അത്രയും അധപ്പതിച്ചവർ മാത്രമേ അങ്ങനെ ചിന്തിക്കുകയുള്ളൂ. അപൂർവമായിട്ട് മാത്രമേ സംഭവിക്കുള്ളൂ. ആണുങ്ങളാണ് പെണ്ണുങ്ങളെ നോക്കി ആസ്വദിക്കുന്നത്. അതെന്താ സംഭവം എന്ന് ഇവർക്ക് അറിയില്ല. അതറിയുമായിരുന്നെങ്കിൽ അവര് പിന്നീട് ഒരിക്കലും ശരീരം പുറത്ത് കാണിക്കുകയില്ല, മാന്യന്മാരായ സ്ത്രീകളാണെങ്കിൽ. പക്ഷെ നമ്മൾ ആണുങ്ങൾക്ക് ഇതറിയാം. എന്നിട്ടും നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ പെൺകുട്ടികളെയും സഹോദരിമാരെയും ഭാര്യമാരെയും അയച്ചുവിടുന്നത്? അത് ഈ ഗൈറത്ത് നശിച്ചത് കൊണ്ടാണ്.